ഇന്നലെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ MD പറഞ്ഞതൊരു കാര്യത്തിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ ആ മനുഷ്യനെ കുറിച്ചുള്ള മഞ്ഞ കഥകൾ, കഥകൾ ഇങ്ങനെ പടച്ചു വിടുന്നത് അത് ദൈവം പോലും സഹിക്കാത്തൊരു കാര്യമാണ്. അത് ഒരുപാട് ചെയ്ത ആൾക്കാരുണ്ട്. അത് ചെയ്തത് വളരെ തെറ്റായി പോയി എന്ന് പറയാൻ എനിക്ക് നിർവാഹമുള്ളൂ. എന്തായാലും സംഭവിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. റോയ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ചൊന്നും ഇങ്ങനെ പറയരുത്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. എത്ര ആയിരം ആൾക്കാർക്ക് അദ്ദേഹം ജോലി കൊടുക്കണം. എത്ര സമ്പന്നന്മാരും ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് മേടിച്ച ആൾക്കാരോട് നിങ്ങൾ എന്നെ സംസാരിച്ച് നോക്കി. ഞാൻ സംസാരിച്ച് നോക്കി. മറ്റുള്ള ഫ്ലാറ്റുകാർ മേടിക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇദ്ദേഹം ലാഭം അധികം എടുക്കാണ്ടാണ് ഫ്ലാറ്റുകൾ പണിത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും വിലയില്ലാത്ത സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ ഇദ്ദേഹത്തിന്, ആ സ്ഥലത്തിൻ്റെ ഓണേഴ്സ് ഇദ്ദേഹത്തിന് അത് കൊടുക്കണം. അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം ബിൽഡിങ് കിട്ടണം. ആ ബിൽഡിങ് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥലത്തിന് വിലയായി, ബിൽഡിങ്ങിന് വിലയായി. അതുപോലെ തന്നെ അതൊക്കെ കെട്ടി അതിൻ്റെ ഫ്ലാറ്റൊക്കെ വിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്ഥല ഉടമയായിട്ടുള്ള എഗ്രിമെൻറ്റ് നടക്കുന്നത്, പൈസ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. ഇദ്ദേഹം ബാങ്കിൽ നിന്ന് പൈസ ലോൺ എടുത്തില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. ഇദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് എല്ലാ ആൾക്കാരും ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് മേടിക്കുന്നതും ഇദ്ദേഹത്തിന് കണ്ടമാന സ്ഥലങ്ങളും ഇതുപോലെ പണന്തോളൂ, ബിൽഡിങ് പണന്തോളൂ, ഫ്ലാറ്റുകൾ പണന്തോളൂ, പണന്നിട്ട് ഞങ്ങൾക്ക് അതിൽ 2-3 ഫ്ലാറ്റ് തന്നാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാം എന്ന് റോയ് സാറിനോട് പറഞ്ഞ്, ആ റോയ് സാർ അത്രയും നല്ലൊരു മനുഷ്യനായ കാരണമല്ലേ വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ MD പറഞ്ഞ പോലെ ഇവിടെ കള്ളപ്പണമില്ല, മോഹൻലാലിൻ്റെ പണം ഇല്ല, ഇവിടെ ഞങ്ങൾ ലോൺ എടുത്തിട്ടില്ല. ഞങ്ങൾക്കുള്ള പൈസ എന്താണ്? ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, ഞങ്ങളുടെ 2600ഓളം വരുന്ന കസ്റ്റമേഴ്സ്, അവർ ഫ്ലാറ്റിന് വന്ന് തന്നുള്ള കാശുകളാണ് ഞങ്ങൾക്കിവിടെ ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയണത്. പിന്നെ മരിക്കാനുള്ള കാരണം അത് ജോസഫ് സാറിന് അറിയില്ല. അത് ഒരാളുടെ വ്യക്തിപരമായുള്ള തീരുമാനം. മരിക്കണോ ജീവിക്കണോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് കമ്പനിയായിട്ട് യാതൊരു ബന്ധവുമില്ല. കമ്പനി പൂർവാധീന ശക്തിയോടുകൂടി, അടിത്തറ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് പൂർവാധീന ശക്തിയോടുകൂടി പോകും. ഇതിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആരും ഭയപ്പെടേണ്ട. ഇതെല്ലാം കൃത്യസമയത്ത് ഞങ്ങളുടെ ഫ്ലാറ്റുകളൊക്കെ പണിത് നിങ്ങൾക്ക് തരും. പിന്നെ മഞ്ഞപ്പത്രങ്ങൾ, കഥകൾ പറയരുത്, ഞങ്ങളോട് സഹകരിക്കുക. അദ്ദേഹം പറഞ്ഞ ന്യായമല്ലേ. അദ്ദേഹം ഒരു ശുദ്ധ മനുഷ്യനാണ്. അദ്ദേഹത്തിനെ വിശ്വസിക്കാണ്ടിരിക്കാനുള്ള ഒരു കാരണവുമില്ല. ഇവിടെ ഒരു ED റെയ്ഡും കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡും നടന്നിട്ടില്ല. അവരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണെന്ന് പറഞ്ഞു അദ്ദേഹം. അതും നമുക്ക് വിശ്വസിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ